അപ്പോൾ നമ്മളെ കപ്പൽ ഇതാ കോട്ടണു ബെനിൻ കൺട്രിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വന്നതാണ് ഇവിടെ. ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ ചരക്ക് ഇറക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെ ചരക്ക് എന്ന് പറഞ്ഞത് ബാഗ്ഡ് റൈസാണ്. അതായത് റൈസ് ബാഗിലാക്കിയിട്ടുള്ള ചരക്കാണ് നമ്മൾ കപ്പലിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ഈ കാണുന്ന ഈ നെറ്റ് കണ്ടോ, ഈ നെറ്റിൽ അവരിങ്ങനെ ഓരോരോ ബാഗ് എടുത്തിട്ട് അതിൽ അട്ടിക്ക് വയ്ക്കും. നല്ല അധ്വാനമുള്ള പണിയാണ്. അത് അട്ടിക്ക് വെച്ചിട്ട് ക്രെയിൻ യൂസ് ചെയ്തിട്ട് പിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ കപ്പലിൽ 51,167 ടണ്ണ് റൈസാണ് ഗൈസ് കൊണ്ടുവന്നത്. ഇപ്പം അത് മുഴുവനും ഇവിടെ ഇറക്കി തീർക്കണം. ഈ കാണുന്ന 5 ഹോൾഡിലായിട്ട് ആണ് നമ്മൾ ചരക്ക് കൊണ്ടുവന്നത്. ഇതുപോലെ നമ്മുടെ കപ്പലിലെ ക്രെയിനിൽ പിക്ക് ചെയ്തിട്ട് ഷോറിൽ വെച്ചിട്ട് നേരെ അത് ട്രക്കിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഈ 51,000 ടണ്ണ് റൈസ് ഇറക്കി തീർക്കാനായിട്ട് ഒരു 25 ദിവസമെങ്കിലും വേണം. കാരണം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല അധ്വാനമുള്ള പണിയാണ്. ഈ JCB ആ നെറ്റ് സ്ലിങ്ങിനെ വീണ്ടും ട്രക്കിൻ്റെ അടുത്ത് കൊണ്ടുവെക്കും. അവിടുന്നും മാൻ പവർ യൂസ് ചെയ്തിട്ട് ട്രക്കിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുപോകും. റൈസ് എല്ലാം സെയിം ആണ്, പക്ഷേ ഓരോരോ ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് ഓരോ റിസീവറും അവരുടെ ട്രക്ക് യൂസ് ചെയ്തിട്ട് ഗോഡൗണിലേക്ക് കൊണ്ടുപോകണം ചെയ്യുന്നത്.